ഓക്കെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ തന്നെ ഇത് ഞാൻ ഇന്റൻസിന്റെ ടെലഗ്രാം ചാനലിൽ ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ് ആണ്. ഈ റെക്കോർഡ് കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ലൈവായിട്ട് വരാൻ, കൃത്യമായിട്ട് നമുക്ക് ക്ലാസ് വരുന്നത് 9 മണിക്കാണ്. അപ്പോൾ ലൈവായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് റെക്കോർഡ് കേൾക്കുന്ന എഫക്റ്റ് ആയിരിക്കില്ല ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുക. നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട്, നിങ്ങളോട് സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ട് നടത്തുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ഇന്റൻസിന്റെ ടെലഗ്രാം ചാനലിൽ ലഭിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്റൻസിന്റെ നിലവിൽ ഇപ്പോൾ LD ബാച്ച് റണ്ണിങ് ആണ്. അത് പുതിയ അഡ്മിഷൻസ് ഒന്നുമില്ല. LD ബാച്ച് റണ്ണിങ് ആണ്. സെപ്റ്റംബർ 1 മുതൽ ഡിഗ്രി ലെവലിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ക്ലാസ്സുകൾ ഉള്ളൂ എന്നുള്ള കാര്യം റെക്കോർഡ് കേൾക്കുന്നവർ മനസ്സിലാക്കുക. അതായത് എൻ്റെ ഒഴിവ് സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ടോപ്പിക്കുകളുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളോട് റെക്കോർഡ് കേൾക്കുന്നവരോട് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴാണ് ഇതിന്റെ ക്ലാസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്റൻസിന്റെ ടെലഗ്രാം ചാനലിൽ മാത്രമേ അപ്ഡേറ്റ് പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ തരിക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ക്ലാസ്സിൽ ഒഴിവനുസരിച്ചിട്ട് മാത്രം എടുക്കുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എടുത്ത കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പോർഷനാണ് ഈ ഗവേണൻസ്. അതിന്റെ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നും ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തീർക്കാനായിട്ട് പറ്റില്ല. ഇന്ന് നമ്മൾ ചെറിയ ഒരു ഭാഗം ആണ് അതിനകത്ത് തീർക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ആ നോട്ട് വായിച്ചോ? ക്ലാസ് കേട്ടോ? ക്ലാസ് കേട്ട് നോട്ടൊക്കെ വായിച്ചോ? ആ കാര്യം, പഠിക്കുന്ന കാര്യം അപ്പൊ തന്നെ പഠിച്ചു പോവാ. അത് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് നമ്മുടെ പോർഷൻസ് തീർന്നു പോവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും പിന്നെ ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടും. നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാംസിന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരെ വെച്ചിട്ട്. എല്ലാവരും ഇതെല്ലാം നോക്കിയിട്ടൊക്കെ തന്നെ വരും. പക്ഷെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ അല്ല, വേറെ എവിടെന്നെങ്കിലും എടുക്കുക. ഞാനത് ടെസ്റ്റ് സീരീസിന്റെ കാര്യമൊന്നും ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് വേറെ എവിടെന്നെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ടെസ്റ്റ് സീരീസ് LSGSന്റെ മാത്രമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ കാര്യമാണ്. നമ്മൾ പഠിച്ചത് 12 പോയിന്റ് മിനിമം അജണ്ടയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു 12 പോയിന്റ് മിനിമം അജണ്ട എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. സർക്കാർ ഓഫീസുകളിലുള്ള ഈ പറഞ്ഞ ഈ ഗവേണൻസ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. തുടക്കം തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. അതിന്റെ പിറകിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടാണ് പഠിച്ചത്. ഓരോ കാര്യങ്ങൾ ഒരു കഥ പോലെ ഇന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വന്നതെന്നൊക്കെയുള്ള രീതിയിലാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തനി പഴയ ടൈപ്പ് PSCയുടെ കാര്യങ്ങളാണ്. അതായത് മൊത്തം കാണാപ്പാഠം പഠിക്കുക എന്നുള്ള ഒരു ലെവലിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിനകത്ത് വരുന്നത്. കാരണം അതല്ലാതെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല. വിശദീകരിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ ബോറിംഗ് ആയിരിക്കും. അപ്പൊ അത് വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. ഞാൻ മാക്സിമം ബോറടിപ്പിക്കാതെ എടുക്കാൻ നോക്കാം. അത് വേറൊരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 12 പോയിന്റ് മിനിമം പറഞ്ഞു. ഈ 12 പോയിന്റ് മിനിമം അത് എന്തിനായിരുന്നു? നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സെക്ഷൻ ഓഫീസർ ലെവലിലൊക്കെ ഒരു കമ്പ്യൂട്ടർ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടറുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ യൂസേജ് കൂടുതലായി കഴിഞ്ഞപ്പോൾ ഈ കമ്പ്യൂട്ടറുകളുടെ യൂസേജ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു നിയമം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ 2000 കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അപ്പൊ ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇന്ത്യയിൽ ഏത് വർഷമാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 അതിനകത്ത് ഭേദഗതി വരുത്തിയത് 2008 കേട്ടോ. 2008 അമെന്റ്മെന്റ് ചെയ്യുന്നത്. 2000 IT ആക്ട് വരുന്നത്. 2008 അമെന്റ്മെന്റ് ചെയ്തു. അപ്പൊ അത് ഒരു സുപ്രധാനമായിട്ടുള്ള ഈ ഗവേണൻസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ പറഞ്ഞ IT ആക്ട് എന്നുള്ളത്. അത് കൂടാതെ തന്നെ വേറൊരു ആക്ട് കൂടി നമുക്ക് ഈ 2000 വരുന്നുണ്ട്. ആ ആക്ടിന്റെ പേരാണ് സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേഔട്ട് ഡിസൈൻ ആക്ട്. എന്താണ് സെമി കണ്ടക്ടർ
ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേ ഔട്ട് ഡിസൈൻ ആക്ട്. അതെന്താ ഈ സെമി കണ്ടക്ടറും നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി തമ്മിലുള്ള ബന്ധം എന്താ? ഈ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ സെമി കണ്ടക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതിന്റെ ഡിസൈനും ലേ ഔട്ടും ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് 2000 എന്തിറക്കി? സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേ ഔട്ട് ആക്ട്, ലേ ഔട്ട് ഡിസൈൻ ആക്ട് 2000 കൊണ്ടുവരാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യം ആ ഒരു നാൾ വഴിയിലുള്ള കാര്യം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ 12 പോയിന്റ് മിനിമം അജണ്ട വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 12 പോയിന്റ് മിനിമം അജണ്ട വന്നു, അത് പ്രകാരം IT ആക്ട് കൊണ്ടുവരാണ്. IT ആക്ട് കൊണ്ടുവന്ന് അതിന്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നതാണ് സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേ ഔട്ട് ഡിസൈൻ ആക്ട്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ പഠിക്കുക, ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ IT ആക്ടിന്റെ വർഷം 2000, അത് അമെന്റ് ചെയ്ത വർഷം 2008, സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേ ഔട്ട് ഡിസൈൻ ആക്ട് 2010. ഒരൊറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, സോറി ഫോർ ദ സ്റ്റേ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസൈൻ ആക്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഡിസൈൻ ആക്ടും IT ആക്ടും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മിനിസ്റ്റേഴ്സ്, ഇന്ത്യയിലുള്ള മിനിസ്റ്റേഴ്സ്, ഇവര് ഇങ്ങനെ ഈ ഓരോ സംസ്ഥാനങ്ങളിലും ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ പ്ലാനുകളും പദ്ധതികളും ഒക്കെ കൊണ്ടുവരണമല്ലോ എന്നുള്ള ഇതെന്തുവാണ് മെൻഷൻ ചെയ്തേക്കുന്നത്? ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് 2000 ക്ലാസ് എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് എടുക്കുന്ന എനിക്ക് ഡിസ്റ്റർബ് ആവും, നിങ്ങളിവിടെ മെസ്സേജ് വായിക്കുന്ന കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് അങ്ങനെ അനാവശ്യമായിട്ട് മെസ്സേജുകൾ പോസ്റ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, അത് അവർ വന്നോളും, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വന്നോളും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ക്ലാസ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ 3-4 മിനിറ്റ് ഞാൻ നോക്കിയിരുന്നിട്ട് ഒരാൾ പോലും ഇല്ല ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പോയതാണ്, പിന്നെ വീണ്ടും വന്ന് രണ്ടാമത് എടുക്കുന്നതാണ് ഇന്ന് ക്ലാസ്. ഇനി അടുത്ത ദിവസങ്ങൾ ഇതേപോലെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ ക്ലാസ്സിന് കയറില്ല, ക്ലാസ് ഞാൻ ഉപേക്ഷിക്കും. എനിക്ക് ക്ലാസ് എടുത്തില്ല എന്ന് വെച്ചിട്ടും ഈ LSTSന്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് എടുത്തില്ല എന്ന് വെച്ചിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഇനി നിങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണം, പോയിന്റുകളും കാര്യങ്ങളും വേണം, നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് വരിക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ക്ലാസ്സിന് വരിക. നിങ്ങൾക്ക് LSTS എഴുതി പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 100 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് മാർക്ക് സ്കോർ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ അത് എന്റെ കാര്യമല്ല, എനിക്ക് വേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ട് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാത്ത ആളാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വന്ന് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർക്കുക, ആവശ്യമുള്ളവർ വന്നോളൂ. ഇനി അങ്ങനെ നമ്മുടെ മിനിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ മിനിസ്റ്റേഴ്സ് എല്ലാവരും തീരുമാനിക്കുകയാണ് ഓരോരോ സംസ്ഥാനങ്ങളിലായിട്ട് ഓരോരോ കാര്യങ്ങൾ, ഈ പറഞ്ഞ ഇനിഷ്യേറ്റീവ്സ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവര് ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ, ആദ്യമായിട്ട് നമ്മുടെ എല്ലാ മിനിസ്റ്റേഴ്സും ഇല്ല, IT മിനിസ്റ്റേഴ്സ് ആണ്. സ്റ്റേറ്റ്സിന്റെ IT മിനിസ്റ്റേഴ്സ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മിനിസ്റ്റേഴ്സ്, ഈ മിനിസ്റ്റേഴ്സിന്റെ എല്ലാം കൂടി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഒരു കോമൺ ആക്ഷൻ പ്ലാൻ IT പ്രൊമോട്ട് ചെയ്യാൻ, ഇൻഫർമേഷൻ ടെക്നോളജിയും ഗവേണൻസും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് IT മിനിസ്റ്റേഴ്സിന്റെ കോമൺ ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയാണ് 2000. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ഉണ്ടായി. ഇത് പ്രകാരം ഒരു സ്മാർട്ട് ഗവേണൻസിന് വേണ്ടിയിട്ട് കോമൺ ആക്ഷൻ പ്ലാൻ 2000. ഇത് പ്രകാരം ഒരു സ്മാർട്ട് ഗവേണൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്ഥാപനം രൂപീകൃതമാവാണ്. ആ സ്ഥാപനത്തിന്റെ പേരാണ് NISG, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവേണൻസ് അല്ലെങ്കിൽ സ്മാർട്ട് ഗവൺമെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെന്റ് എന്നുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ സ്ഥാപിതമാണ് ഹൈദരാബാദിൽ. അത് എവിടെയാണ് സ്ഥാപിതമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ NISG എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദിലാണ് NISG.
അത് രൂപീകൃതമായിട്ടുള്ള വർഷമാണ് 2002. 2002 NISG ഫോം ചെയ്യുന്നത്. NISG, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെന്റ് കേട്ടോ. അപ്പൊ അത് PSCയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വൺ വേർഡ് ഒക്കെ ആയിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഹൈദരാബാദ് ആണ് അത് ഫോം ചെയ്തിട്ടുള്ള. 2002 ഫോം ചെയ്തത്. ഓക്കെ, NISG, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്മാർട്ട് ഗവൺമെന്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു നാൾ വഴി. ഇനി ഈ പറഞ്ഞ IT മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസ് കഴിഞ്ഞിട്ട്, ഈ പറഞ്ഞ ആക്ഷൻ പ്ലാൻ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ഓരോരോ സംസ്ഥാനങ്ങൾ ഓരോരോ പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തു തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ പല പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ ഈ പ്രോജക്റ്റുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പ്രോജക്റ്റ് എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ടില്ല. ഇതിന്റെ ജസ്റ്റ് പേരും അത് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനമാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ട്, കുറെ പ്രോജക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആകും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിനകത്തുള്ള സൗത്ത് സ്റ്റേറ്റ്സിന്റെ ഒന്ന് നിങ്ങൾ ദൃഢമായിട്ട് പഠിച്ചു വെക്കുക. സൗതേൺ സ്റ്റേറ്റ്സിലുള്ള വരുന്ന പ്രോജക്റ്റുകളൊക്കെ ഒന്ന് ദൃഢമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇതിനകത്തുള്ള കാര്യമാണ്, നമ്മുടെ സിലബസിൽ വരുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ പഠിക്കുക. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഇവരുടെയൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്ന് വെച്ച് പഠിക്കണം. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറെ പ്രോജക്റ്റുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തക്കതാണ്. അത്രയും കണ്ടന്റുകളുണ്ട്, അത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രോജക്റ്റുകളും നമുക്ക് ഉണ്ട്. ഇത് തീർന്നിട്ടില്ല, വേറെ ഇനിയും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് പോകണം. നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ഓരോരോ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്, ഈ AI ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളിലും കൂടി അത് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇപ്പൊ നമ്മൾ പറയുന്നില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം വർക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, റാൻഡം ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ആ കാര്യങ്ങൾ, ഈ ഗവേണൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളുടെ സ്കീമുകൾ, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ആദ്യകാലങ്ങളിലൊക്കെ കൊണ്ടുവന്നതും ഓരോ സംസ്ഥാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇനിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും വലിയ കാര്യമായിട്ടില്ല. അതൊക്കെ ഓരോ പ്രോജക്റ്റുകളുടെ പേരുകളാണ്, അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കേരളം. നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കേരളത്തിൽ കുറച്ച് സ്കീമുകൾ ഈ ഗവേണൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് പ്രൊജക്റ്റുകളും ഉണ്ട്. അപ്പൊ അത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ ഈ ശൃംഖല നമ്പർ ഇട്ട് എഴുതുക, അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങൾ അതിന്റെ നേരെ നമ്പർ ഇട്ടോ അടിയിലടിയിലായിട്ടോ ഓരോ പ്രോജക്റ്റുകളുടെ പേര് എഴുതി പോവാം. നോട്ടിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തരാം. ഓക്കെ, അപ്പോൾ ഈ ശൃംഖല എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്, നെറ്റ്വർക്കിനെയാണ് നമ്മൾ ശൃംഖല എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന നെറ്റ്വർക്ക്, കമ്പ്യൂട്ടറുകളുടെ ഒരു നെറ്റ്വർക്ക് വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ ഈ ശൃംഖല എന്ന് പറയുന്നത്. ഈ ശൃംഖല ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തത്, അങ്ങനത്തെ രീതിയിലായിരിക്കും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതേപോലെയുള്ള നമുക്ക് ഇന്ന് പഠിക്കുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പ്രോജക്റ്റുകളും സ്കീമുകളും ഉണ്ട്. ആ സ്കീമുകളൊക്കെ ഏത് സംസ്ഥാനത്താണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നിങ്ങളുടെ സിലബസിൽ ഈ പറയുന്ന ഈ ഗവേണൻസ് പ്രോജക്ട്സ് ഇൻ ഇന്ത്യ എന്നാണ് സിലബസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ സംസ്ഥാനങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സിലബസിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനകത്ത് തന്നെ സദേൺ സ്റ്റേറ്റ്സ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിന്റെ ഈ ഗവേണൻസ് പ്രോജക്റ്റുകളും സ്കീമുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കേരളത്തിന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് ഓരോ പദ്ധതികളും കാര്യങ്ങളും നോക്കാം. രണ്ടാമത്തെ RD നെറ്റ്. ഒന്ന് ഈ ശൃംഖല, രണ്ട് RD നെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂറൽ ഡെവലപ്മെന്റിന്റെ നെറ്റ്വർക്കിംഗ് ആണ്. RD നെറ്റ് കേരളത്തിന്റെ ആണ്. കേരളം കൊണ്ടുവന്ന ഒരു സ്കീമാണ് RD നെറ്റ്.
ആർഡിനെറ്റ്. മൂന്നാമത്തെ ഫ്രണ്ട്സ്, FRIENDS, ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം കേരളത്തിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഗവേണൻസ് ഇനിഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന ഫ്രണ്ട്സ് എന്നുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതും ആ ഓരോ വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അത് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. അതാണ് ഫ്രണ്ട്സ്. എന്താണ്? ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസസ്. ഫ്രണ്ട്സ് കേട്ടോ. അപ്പൊ ഈ ഫ്രണ്ട്സ് ഈ ഗവേണൻസ് സ്കീം ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് അതിന്റെ ഉത്തരം. ഇത് വരുന്നത് 2000 ജൂണിലാണ്. 2000 ജൂൺ. അപ്പൊ ഈ പറഞ്ഞ IT മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ മീറ്റിംഗ് അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറഞ്ഞ ഫ്രണ്ട്സ് എന്നുള്ളത്. ഈ ഗവേണൻസിന്റെ ഫ്രണ്ട്സ്, FRIENDS, ഫ്രണ്ട്സ്, ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫിഷ്യന്റ് നെറ്റ്വർക്ക് ഫോർ ദ ഡിസ്പേഴ്സ്മെന്റ് ഓഫ് സർവീസസ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം. ഇത് വരുന്നത് തിരുവനന്തപുരത്താണ്. 2000 ജൂണിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റിലേക്ക് അടക്കേണ്ട ടാക്സുകളും മറ്റ് കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ ഫ്രണ്ട്സ് എന്നുള്ളത്. അപ്പൊ ഫ്രണ്ട്സ് സക്സസ് ആയി കഴിഞ്ഞപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് വേറൊരു സ്കീമും കൂടി, ഒരു സോഫ്റ്റ്വെയർ കൂടി ഈ ഫ്രണ്ട്സിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നു. അതിന്റെ പേരാണ് ഫ്രീസ്. FREES, ഫ്രീസ്. ഫ്രീസ്. ഓക്കെ. ഫ്രണ്ട്സ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് റീ എഞ്ചിനീയർഡ് എന്റർപ്രൈസസ് എനേബിൾഡ് സോഫ്റ്റ്വെയർ. ഫ്രണ്ട്സ് റീ എഞ്ചിനീയർഡ് ആൻഡ് എന്റർപ്രൈസസ് എനേബിൾഡ് സോഫ്റ്റ്വെയർ. ഇത് ഭയങ്കര വിജയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഫ്രീസ്, FREES കേട്ടോ. ഫ്രീസ്. അതിന്റെ പൂർണ്ണരൂപം ഇതാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം നിങ്ങൾ നോക്കി, ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്. അത് റീ എഞ്ചിനീയർഡ് എന്റർപ്രൈസസ് എനേബിൾഡ് സോഫ്റ്റ്വെയർ. ഇതാണ് ഫ്രീസ്. ഓക്കെ. അതേപോലെ തന്നെ ഈ ഗവേണൻസ് റിലേറ്റ് ചെയ്തിട്ട് നെറ്റ്വർക്കിങ്ങിന്റെ ഈ പറഞ്ഞ സാധ്യതകൾ യൂസ് ചെയ്ത് വന്നിട്ടുള്ള മറ്റ് സ്കീമുകളാണ് ആശ്രയ. എഴുതുക. 4 ആശ്രയ, അക്ഷയ. അക്ഷയൊക്കെ നമുക്ക് ഇപ്പോഴും ഉള്ളതാ. അക്ഷയ, ആശ്രയ. അതേപോലെ തന്നെ ഈ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്വിഫ്റ്റ്, SWIFT, സ്വിഫ്റ്റ്. പേള്, PEARL, പേള്. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ, സ്വത്തിന്റെ ഒക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതാണ്. പേള്, PEARL, പേൾ. കിട്ടിയോ? അപ്പൊ അത് ഒരാഴ്ചയും കൂടി ഒന്ന് നിങ്ങൾ കേരളത്തിന്റെ ഇത്രേ ഉള്ളൂ 7 എണ്ണം നിങ്ങളിപ്പോ ജസ്റ്റ് നോക്കിയാൽ ഇതല്ല, ഇതിനൊക്കെ കൂടുതലുണ്ട്. ഇപ്പൊ കെ സ്മാർട്ടും ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്, പണ്ടുള്ള സ്കീമുകൾ, പണ്ട് വന്ന സ്കീമുകളാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പഴയ സ്കീമുകളാണ്. ഇത് നമ്മുടെ സോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകളാണ്. നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീമുകളാണിത്. ഈ ശൃംഖല, ആർഡിനെറ്റ്, ഫ്രണ്ട്സ്, ഫ്രീസ്, അക്ഷയ, ആശ്രയ, സ്വിഫ്റ്റ്, പേള്. ഓക്കെ. സ്വിഫ്റ്റ്, പേള്. ഇത്രയാണ് കേരളത്തിന്റെ പ്രോജക്റ്റുകൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് പഠിക്കാൻ നോക്കി, ഒന്ന് ശ്രമിച്ചു നോക്കി. 1 മിനിറ്റ് ഒന്ന് ഈ കേരളത്തിന്റെ സ്കീമുകൾ ഒന്ന് പഠിക്കാൻ നോക്കി. ആന്ധ്രാപ്രദേശിന്റെ പഠിക്കാം. ശരി. ആന്ധ്രാപ്രദേശിന്റെ നമുക്കൊരു 9 സ്കീമുകളാണ് ആന്ധ്രാപ്രദേശിന്റെ പഠിക്കാനുള്ള.
അപ്പൊ ഇതൊക്കെ ഈ എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാതിരിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു ഇതും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഈ കാര്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ NCERT-യിൽ ഈ പറയുന്ന പ്രോജക്റ്റുകളെല്ലാം മെൻഷൻഡും ആണ്. അതുകൊണ്ട് നമുക്കിത് നോക്കാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ പറയുന്ന ബാക്കി സംസ്ഥാനങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, ആന്ധ്രാപ്രദേശിന്റെ സ്കീമുകളാണ്. ഫസ്റ്റ് വൺ ഇ-സേവ. ഇ-സേവ, ഈട അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ SEVA, സേവ. ഇ-സേവ, ഇ-സേവ പ്രോജക്റ്റ്. രണ്ടാമത്തെ CARD, ഇ-സേവ കാർഡ്. CARD, കാർഡ് പ്രോജക്റ്റ്. കാർഡ്, CARD, കാർഡ്. കാർഡ്, ഇ-സേവ. വോയിസ്, VOIC, വോയിസ്. വോയിസ്, വോയിസ്. ഫാസ്റ്റ്, FAST, ഫാസ്റ്റ്. ഫാസ്റ്റ്. MPHS, MPHS സ്കീം. MPHS സ്കീം. MPHS. ഇ-കോപ്സ്, പോലീസുകാരുടെ ഇ-കോപ്സ്. പോലീസ്, ഇ-കോപ്സ് പോലീസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഡിജിറ്റൽ ആക്കാനുള്ള ഇതാണ് ഇ-കോപ്സ്. ഇ-കോപ്സ്, ഇ-കോപ്സ്. സൗകര്യം, സൗകര്യം. അടുത്തത് സൗകര്യം. സൗകര്യം, സൗകര്യം ആന്ധ്രാപ്രദേശ്. അതേപോലെ തന്നെ എട്ടാമത്തെയാണ് സൗകര്യം കഴിഞ്ഞിട്ട് അടുത്തത് ഭൂഭാരതി. BHUBHARATI, ഭൂഭാരതി. ഭൂഭാരതി, ഭൂഭാരതി. ഭൂ ഒരു സ്പേസ് ഭാരതി, ഭൂഭാരതി. പിന്നെ ഉണ്ട് അവരുടെ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രോജക്റ്റ്. ഒരെണ്ണം കൂടി ഉണ്ട്, ഇന്ത്യ ഹെൽത്ത് കെയർ പ്രോജക്റ്റ്. ഇത്രയും ഇതൊക്കെയാണ് പേരെടുത്ത് പറയുന്നത്. ഇതല്ലാതെ ഇവരുടെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഒക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഇവർ പയ്യെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ പേരെടുത്ത് പറയുന്ന സ്കീമുകൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇ-സേവ ഒക്കെ പ്രധാനമാണ്. ഇ-സേവ, കേരളത്തിന്റെ ഫ്രണ്ട്സ്, ഇതൊക്കെ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 9 ആന്ധ്രാപ്രദേശിന്റെ. ഏതൊക്കെ ആന്ധ്രാപ്രദേശിന്റെ ഒന്നോട് നോക്കിയേ. ഇ-സേവ, കാർഡ്, വോയിസ്, ഫാസ്റ്റ്. MPHS അല്ല, MPHS, MP, മെമ്പർ ഓഫ് പാർലമെന്റിന്റെ P. MPHS, MPHS, ഇ-കോപ്സ്, ഭൂഭാരതി, സൗകര്യം, പിന്നെ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രോജക്റ്റ്. ഇത്രയൊക്കെ ആന്ധ്രാപ്രദേശിന്റെയാണ്, ആന്ധ്രാപ്രദേശിന്റെ സ്കീമുകളാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ ആകെ ഇപ്പൊ 2 സംസ്ഥാനങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഈ ആസാം ഉണ്ട്, ബീഹാർ ഉണ്ട്, ഡൽഹി, ഗോവ, ഗുജറാത്ത്, ഇങ്ങനെ കുറെ സംസ്ഥാനങ്ങളുടെ പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സമയത്ത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഇത് മൊത്തം ഓരോ ദിവസമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കൂടുമ്പോഴോ ഓരോ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യം മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് മാക്സിമം റിപ്പീറ്റേഷൻ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഇൻ കേസ് ഇങ്ങനത്തെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ PSCയുടെ കാര്യം ആയതുകൊണ്ട് PSC മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് ചോദിക്കാനുള്ള ഇത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സദേൺ സ്റ്റേറ്റ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വിടുക. ഓക്കെ, പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ് ഇത്. അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തെ അസം. മൂന്നാമത്തെ സംസ്ഥാനമാണ് അസം. അസമിലെ പ്രോജക്റ്റുകളാണ് ഇ-സുവിധ. ഇ-സുവിധ, ഇ-സുവിധ,
ധരിത്രി, ഈ സുവിധ, ധരിത്രി, ധരിത്രി. ഈ ഭൂമിയുടെ പര്യായങ്ങൾ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഏറ്റവും ഫസ്റ്റ് ഈ പറയുന്ന ഡിജിറ്റലൈസേഷൻ വന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഭൂമിയുടെ റെക്കോർഡുകളാണ് വളരെ വാസ്റ്റ് ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇതിനെ ആശ്രയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ഭൂമിയുടെ ഡിജിറ്റലൈസേഷൻ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ വന്നിരിക്കുന്നത് നമുക്ക് ആ പേരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂമി, ഭൂഭാരതി എന്നൊക്കെ ഉള്ളത്, ഭൂഭാരതി, ധരിത്രി, ധരിത്രി, ഇതൊക്കെ ധരണി, ഇതൊക്കെ ഇനി വരും. അങ്ങനത്തെ സ്കീമുകളൊക്കെ ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ആസാമിലെ പ്രോജക്റ്റുകളാണ് ഈ സുവിധ, ധരിത്രി, ആശ, ASH, ആശ, സംവാദ്, ആശ, സംവാദ്. ഇതൊക്കെ നമുക്ക് ഒറ്റ അടിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്ക് ഇന്നത്തെ ക്ലാസ് ഇത്തിരി ബോറായിരിക്കും എന്ന് പറഞ്ഞത് അതാ. പക്ഷെ വേറെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു കാര്യം ഇതിനകത്ത് വരുന്നില്ല. എക്സ്പ്ലനേഷൻ തരാനിരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ തീരെയില്ല. ഓക്കെ, അപ്പോ ഈ സുവിധ, ധരിത്രി, ആശ, സംവാദ്, ഇത് 4 സ്കീമുകൾ വരുന്നത് ആസാമിലാണ്. ആസാം. അടുത്തത് ബീഹാർ. 4ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ, ബീഹാറിന്റെ സ്കീമുകളായിട്ട് വരുന്നതാണ് സ്കോർ, SCORE, സ്കോർ, 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 വാറ്റ്, VAT, വാറ്റ്, സ്കോർ, വാറ്റ്, എലക്കോൺ, എലക്കോൺ, ഇലക്ഷന്റെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഇലക്കോൺ, ഇലക്ഷന്റെ എലക്കോ, എലക്കോൺ, എലക്കോൺ. പിന്നെ ഇവര് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇവർ ഐഡന്റിഫൈ ചെയ്തിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ ഫ്ലഡ് മോണിറ്ററിംഗ് ബൈ സാറ്റലൈറ്റ് പിക്ചേഴ്സ്, അത് ഇവർ ചെയ്തിരുന്ന ഒരു കാര്യം. അത് സ്കീമായിട്ടൊന്നും പറയണല്ല, പക്ഷെ ഇവരുടെ ഒരു ഗവേണൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, സാറ്റലൈറ്റ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലഡ് മോണിറ്റർ ചെയ്യാന്നുള്ളത്. സ്കീമുകൾ പറയുമ്പോൾ ഇത് 3 സ്കോർ, വാറ്റ്, ഇലക്കോൺ. ഇത് ബീഹാറിന്റെ ആണ്. സ്കോർ, വാറ്റ്, ഇലക്കോൺ സ്കീമുകൾ ബീഹാറിന്റെ സ്കീമുകളാണ്. ഓക്കെ, ഇനി അടുത്തത് ഡൽഹി. ഈ ഡൽഹിയിൽ നമുക്ക് അങ്ങനെ പറയാന്ന് വെച്ചാൽ പേരെടുത്ത് പറയാനായിട്ട് ഒരു പ്രോജക്റ്റ് ആണ് കിയോസ്ക് പ്രോജക്റ്റ്. കിയോസ്ക്, KIOSKS, കിയോസ്ക്, കിയോസ്ക് പ്രോജക്റ്റ്, കിയോസ്ക് പ്രോജക്റ്റ്, KIOSKS, കിയോസ്ക് പ്രോജക്റ്റ്. അത് ഈ പറഞ്ഞ മാതിരി തെരുവിലെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ കിയോസ്ക് പ്രോജക്റ്റ്. അപ്പൊ കിയോസ്ക് പ്രോജക്റ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്, കിയോസ്ക് പ്രോജക്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഇവര് വേറെ വിദ്യാഭ്യാസത്തിന് ഒക്കെ ആവശ്യമായിട്ട് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഗവർണൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ സ്മാർട്ട് കാർഡ് രൂപത്തിലൊക്കെ ആക്കിയത് ഡൽഹിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വെഹിക്കിൾസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കി, അവരുടെ ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ആക്കി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പേരെടുത്ത് പറയാനുള്ളത് കിയോസ്ക്, കിയോസ്ക്സ് കേട്ടോ, കിയോസ്ക്സ്. ഇതാണ് ഡൽഹിയിലെ. ഇനി ഗോവയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ധരണി, ധരണി പ്രോജക്റ്റ്, ഗോവ, ധരണി, ഗോവ. ധരണി പ്രോജക്റ്റ്, ഗോവ, ധരണി, ഗോവ, ധരണി, ഗോവ. ഗുജറാത്തിലെ പ്രോജക്റ്റുകളാണ്. ഗുജറാത്ത്, ഗോവ കഴിഞ്ഞടുത്തത് GH വരുന്നത് ഗുജറാത്ത്. ഗുജറാത്തിലെ പ്രോജക്റ്റുകളാണ് സെൻസസ് ഓൺലൈൻ. അവർ ഓൺലൈൻ ആക്കിയിട്ട് സെൻസസ് എടുക്കാൻ തുടങ്ങി. സെൻസസ് ഓൺലൈൻ, സെൻസസിന്റെ ഡാറ്റ ഓൺലൈൻ ആക്കി, സെൻസസ് ഓൺലൈൻ. മഹിതി ശക്തി, മഹിതി ശക്തി, മഹിതി ശക്തി. പിന്നെ ആദ്യമായിട്ട് ജനസേവന കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ജനസേവന കേന്ദ്രങ്ങൾ,
ജനസേവന ജനസേവാ കേന്ദ്രങ്ങൾ. ജൻസേവ നമ്മളിപ്പോ ഈ പോകുന്ന വഴിക്കൊക്കെ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ കേരളത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. ആദ്യം അക്ഷയൊക്കെ ആയിരുന്നു, ഇപ്പൊ അത് ജനസേവാ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോ ജനസേവാ കേന്ദ്രങ്ങൾ ഏറ്റവും ഫസ്റ്റ് വന്നത് ആ ഒരു ഇതിനകത്ത് വരുന്നത് ഈ പറഞ്ഞ ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ ഇവർ കൊണ്ടുവരുന്നിട്ടുള്ള വേറൊരു യോജനയാണ് ചിരഞ്ജീവി യോജന. ചിരഞ്ജീവി യോജന, ചിരഞ്ജീവ് ചിരഞ്ജീവി യോജന. ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞ സാനിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നിർമ്മൽ ഗുജറാത്ത്. നിർമ്മൽ ഗുജറാത്ത്. നിർമ്മൽ ഗുജറാത്ത്. നിർമ്മൽ ഗുജറാത്ത്. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത് നമുക്ക് ഹരിയാനയിൽ 2 ഉണ്ട്. ഒന്ന് നൈ ദിശ. നൈ ദിശ ഹരിയാന. നൈ ദിശ NAIDISH നൈ ദിശ ഹരിയാന. അതേപോലെ തന്നെ ജനനി സുവിധാ യോജന ഹരിയാന. നൈ ദിശ ജനനി സുവിധാ യോജന ഹരിയാന. നൈ ദിശ ജനനി സുവിധ യോജന ഹരിയാന. ഓക്കെ. നൈ ദിശ ജനനി സുവിധ യോജന ഹരിയാന. ഹിമാചൽ പ്രദേശിന്റെയാണ് അടുത്തത്. ഹരിയാന കഴിഞ്ഞ് അടുത്ത എച്ചിലുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിന്റെ ലോക്മിത്ര സ്കീം. ലോക്മിത്ര ലോക്മിത്ര അതാണ് ഹിമാചൽ പ്രദേശിന്റെ ലോക്മിത്ര. ലോക്മിത്ര. ഓക്കെ. ലോക്മിത്ര. അപ്പൊ ലോക്മിത്ര എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിന്റെയാണ് ലോക്മിത്ര. ലോക്മിത്ര. ഇനി ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ഇതാണ് ഡാക് നെറ്റ്. ഡാക് DACNET. ഡാക് നെറ്റ് ജമ്മു കാശ്മീർ. ഡാക് നെറ്റ് ജമ്മു കാശ്മീർ. ഈ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. DSC ഡാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുകളായിട്ട് കത്തിടപാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഡാക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പാഴ്സലുകൾ അതിൻ്റെയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡാക്. ഇപ്പൊ ഡാക് നെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം പോസ്റ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡാക് നെറ്റ് എന്നുള്ളത്. ഓക്കെ. അടുത്തത് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെയാണ് വാഹനം സാരഥി. വാഹനം ഓടിക്കാൻ സാരഥി വേണമല്ലോ. അപ്പോൾ വാഹനം സാരഥി. വാഹനം സാരഥിയും ജാർഖണ്ഡിന്റെ സ്കീമുകളാണ്. ഇനി അടുത്തത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക. വാഹനം സാരഥിയും ജാർഖണ്ഡ്. കർണാടകയിലെ സ്കീമുകളാണ് ഭൂമി 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 കാവേരി. ഭൂമി കാവേരി. കൃഷി മറാത്ത വാഹിനി. കൃഷി മറാത്ത വാഹിനി. ഗ്രാം സ്വരാജ് പ്രോജക്റ്റ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഗച്ചാനെ. KHAJANE. ഗച്ചാനെ. ഭൂമി കാവേരി കൃഷി മറാത്ത വാഹിനി ഗച്ചാനെ പിന്നെ ഗ്രാം സ്വരാജ് പ്രോജക്റ്റ്. ഇത്രയും 4-5 പ്രോജക്റ്റുകളാണ് കർണാടകയിലുള്ളത്. ഭൂമി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി സ്കീം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. കാവേരി സ്കീം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. ഗ്രാം സ്വരാജ് പ്രോജക്റ്റ് എവിടെയാണ് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. ഗജാനെ സ്കീം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക. കൃഷി മറാത്ത വാഹിനി എവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. ഇനി അടുത്തതാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ ഒരു പ്രോജക്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഗ്യാൻ ദൂത്. മധ്യപ്രദേശിന്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഗ്യാൻ ദൂത്. ഗ്യാൻ ദൂത്.
GYAANDOOT, ഗ്യാൻ ദൂത് മധ്യപ്രദേശിന്റെയാണ് ഗ്യാൻ ദൂത്. ഗ്യാൻ ദൂത്. പിന്നെയുണ്ട് ഗ്രാം സമ്പർക്ക്, ഗ്രാം സമ്പർക്ക്, രോഗി കല്യാൺ സമിതി, രോഗി കല്യാൺ സമിതി, ഹെഡ് സ്റ്റാർട്ട്, ഹെഡ് സ്റ്റാർട്ട്, HEADSTART, ഹെഡ് സ്റ്റാർട്ട്. പിന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ബോർഡിനകത്തൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്യാൻ ദൂതാണ്. അതൊന്ന് നോട്ട് ചെയ്യുക. ഗ്യാൻ ദൂതാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയത്തൊക്കെ പ്രോജക്റ്റുകൾ അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഗ്യാൻ ദൂത് കേട്ടോ. അതേപോലെ കർണാടകയിലെല്ലാം നോക്കിയേക്കുക, ഭൂമി കാവേരിയൊക്കെ നോക്കിയേക്കുക. ബാക്കിയുള്ള ഈ ജമ്മു കാശ്മീരിന്റെ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, ഡാക്നെറ്റ്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു വിട്ടാൽ മതി. കർണാടക പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. മധ്യപ്രദേശിന്റെ ഗ്യാൻ ദൂത് ആ പേരും കൂടി ഓർത്തിരിക്കണം. ഓക്കെ. അടുത്തത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര പറഞ്ഞതിന് മുമ്പ് അതിൽ പറയാം, മഹാരാഷ്ട്രയുടെ പ്രോജക്റ്റ് ആണ് സേതു പ്രോജക്റ്റ്. സേതു, SETU, സേതു പ്രോജക്റ്റ്, SETU, സേതു, സേതു പ്രോജക്റ്റ്. പിന്നെ അവരുടെ വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ഇലക്ട്രിഫിക്കേഷൻ്റെ ഒക്കെ, വാർണ വയേഡ് വില്ലേജ് പ്രോജക്റ്റ്, WARANA, വാർണ വയേഡ്, WIRED വില്ലേജ് പ്രോജക്റ്റ്, വാർണ വയേഡ് വില്ലേജ് പ്രോജക്റ്റ്. വർണ്ണ വയേഡ് വില്ലേജ് പ്രോജക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് തമിഴ്നാടിന്റെ നോക്കാം. തമിഴ്നാടിന്റെ ഒരു 3 അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് റാസി മറിയം, RASI, റാസി മറിയല്ല മയ്യം, റാസി മയ്യം, അവരുടെ മയ്യം എന്നാണ് പറയാ. റാസി മയ്യം കാഞ്ചീപുരം, റാസി RASIMAIYAMS, റാസി മയ്യംസ് കാഞ്ചീപുരം എന്നുള്ള ഈ ഗവർണൻസ് പ്രോജക്റ്റ് അവരുടെയാണ്. റാസി മയ്യംസ് കാഞ്ചീപുരം. അതേപോലെ തന്നെ റെജിനെറ്റ് രജിസ്ട്രേഷൻ്റെ REGI റെജിനെറ്റ്. പിന്നെ രജിസ്ട്രേഷൻ സ്റ്റാർ, രജിസ്ട്രേഷൻ സ്റ്റാർ. ഇത് 3 തമിഴ്നാടിന്റെ. റാസിമയ്യം കാഞ്ചീപുരം, റെജിനെറ്റ്, രജിസ്ട്രേഷൻ സ്റ്റാർ. സ്റ്റാർട്ട് ഇല്ല, സ്റ്റാർ, സ്റ്റാർ, സ്റ്റാർ. ഒറീസയുടെ ആണെങ്കിൽ ഗ്രാം സാറ്റ്, ഗ്രാം സാറ്റ് ഒറീസ, ഒറീസയുടെ ഗ്രാം സാറ്റ്. ഗ്രാം സാറ്റ് ഒഡീഷ. പഞ്ചാബിന്റെ ആണെങ്കിൽ ഡിസ്ട്രിക്റ്റും പ്രൊക്യൂർമെന്റും, ഡിസ്ട്രിക്റ്റ് പ്രൊക്യൂർമെന്റ്. ഡിസ്ട്രിക്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ പ്രൊക്യൂർമെന്റ്, കഴിഞ്ഞിട്ട് PROCUREMENT, പ്രൊക്യൂർമെന്റ്. ഡിസ്ട്രിക്റ്റും പ്രൊക്യൂർമെന്റും പഞ്ചാബിന്റെ. അടുത്തത് രാജസ്ഥാൻ. അടുത്തത് ജനമിത്ര, രാജ് സ്വിഫ്റ്റ്, രാജ് സ്വിഫ്റ്റ്. ഹിമാചലിനുള്ള പോലെ തന്നെ ഇവിടെ ഒരു ലോകമിത്ര ഉണ്ട്, ലോകമിത്ര. അതേപോലെ തന്നെ മിത്ര, ലോകമിത്രയും മിത്രയും രാജസ്ഥാനുണ്ട്. സാരഥി ഉണ്ട്, സാരഥി നമ്മൾ ജാർഖണ്ഡിൽ പഠിച്ചതാണ്. സാരഥി ഇവിടെ ഉണ്ട്. രാജ്നീതി,
രാജ്നീതി. RAJNIDHI, രാജ്നീതി. ഇത്രയും രാജസ്ഥാന്റെ ആണ്. പിന്നെ അതിനകത്ത് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഒക്കെ കുറെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഉത്തർപ്രദേശിന്റെ ആണ്. ഉത്തർപ്രദേശിന്റെ ഉത്തരാഖണ്ഡിന്റെ ഉണ്ട്. ഉത്തർപ്രദേശിന്റെ സ്കീമുകളാണ് ലോകവാണി, ലോകവാണി, കോശ്വാണി, KOSHVANI, ലോകവാണി, കോശ്വാണി, പ്രേരണ, PRERNA, പ്രേരണ, പ്രേരണ, ലോകവാണി, കോശ്വാണി, പ്രേരണ, ബുലേഖ്, BHULEKH, BHULEKH, ബുലേഖ്. ബുലേഖ്, PH അല്ല, BB, ബാറ്റിന്റെ B, ബുലേഖ്, ഉത്തർപ്രദേശ്. ഉത്തരാഖണ്ഡിന്റെ ആണെങ്കിൽ സക്ഷമും ആരോഹി, സക്ഷം ആരോഹി, സക്ഷം ആരോഹി, ഉത്തരാഖണ്ഡ്. സക്ഷം ആരോഹി, ഉത്തരാഖണ്ഡ്. സക്ഷം ആരോഹി, ഉത്തരാഖണ്ഡ്. പിന്നെ വെസ്റ്റ് ബംഗാളിന്റെ ഇതുണ്ട്, പറയത്തക്ക പേരിൽ അങ്ങനത്തെ ഒരുപാട് സ്കീമുകൾ ഇല്ല. അവർക്കൊരു സാരഥിയാണുള്ളത്. പിന്നെ ടെലിമെഡിസിൻ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് പോലീസിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ ഗവേണൻസ് സ്കീമുകളൊക്കെയാണ് വെസ്റ്റ് ബംഗാളിൽ വന്നേക്കുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഈ പറഞ്ഞ സ്കീമുകളുടെ ഒക്കെ ആകെപ്പാടുള്ളൊരു തുക, പല പല സ്കീമുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ അവിടെ വന്നിട്ടുണ്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ. അപ്പൊ അത് ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു ടേബിള് തരാം. ടേബിളായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നിന് തരാം. നമ്മുടെ NCERT-യിലുള്ള ആ ഡാറ്റയും ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ അറ്റാച്ച് ചെയ്ത് തരാം. ഇത് നമ്മുടെ നോട്ടിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്ത് തരാം. അതല്ലാതെ മൊത്തത്തിലുള്ള ആ ടേബിളും കൂടി നോക്കാം. അത് മൊത്തം നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടമാവും. ഇത് മൊത്തം ഇരുന്ന് കാണാപ്പാഠം പഠിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ട. അതിനകത്ത് കേരളത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിൽ ആ വെറൈറ്റി പേരുകൾ കാണുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഈ പറഞ്ഞ ഗ്യാൻ ദൂത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ നൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അതല്ലാതെ എല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ടൈമും നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആകുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത്, പഠിപ്പിക്കാനായിട്ട് എനിക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. കാരണം സിലബസിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലുള്ള ഈ ഗവേണൻസ് പ്രോജക്റ്റുകൾ എന്നുള്ള ഇത് നിങ്ങളുടെ സിലബസിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്, ദ്വീപ് ഭൂമി. ദ്വീപ് ഭൂമി, ദ്വീപ് ഭൂമി, ദ്വീപ് ഭൂമി, ദ്വീപ് ഭൂമി, ആൻഡമാൻ. ചണ്ഡീഗഡിലാണെങ്കിൽ ഈ സമ്പർക്ക്, ചണ്ഡീഗഡില് ഈ സമ്പർക്ക്. ഈ സമ്പർക്ക്. ലക്ഷദ്വീപില് അടുത്തത്, ലക്ഷദ്വീപ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇതായതുകൊണ്ട് ലക്ഷദ്വീപ് ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷദ്വീപിലുള്ള രണ്ടെണ്ണമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. പോർട്ട് നെറ്റ്, പോർട്ട് നെറ്റ്, പോർട്ട് നെറ്റും എവർ അലേർട്ടും. പോർട്ട് നെറ്റും എവർ അലേർട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമുക്ക് അത്യാവശ്യം നോക്കേണ്ട സ്കീമുകളൊക്കെ ഉള്ളത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ട്.
ഇതിപ്പോ ഇനി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ 2 ക്ലാസ്സുകൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ നിങ്ങൾ ഒരു പ്രാവശ്യം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇനി ഈ ഒരു കാര്യം തീരാനായിട്ട് മിക്കവാറും അടുത്ത ക്ലാസ്സിൽ ഈ ഗവേണൻസിന്റെ ഫുള്ള് തീരും. 3 ക്ലാസ് കൊണ്ട് നമ്മൾ ആ ഈ ഗവേണൻസിൽ 8 മാർക്ക് എന്നുള്ള കാര്യം ആ ടോപ്പിക്കുകൾ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ എന്റെ സൗകര്യം അനുസരിച്ചിട്ട് എന്റെ സമയം അനുസരിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കൂടി നമ്മൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റ് പാർട്ട് 1 ഉണ്ട്. നിങ്ങൾക്ക് 2 പാർട്ട് ഉണ്ട് LSTSന്റെ പരീക്ഷയ്ക്ക്. സിലബസ് എടുത്ത് നോക്കുക. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ PSCക്ക് സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ 2ാമത്തെ പാർട്ടിന്റെ ഇത് നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കണം. കാരണം ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ബാക്കി ജനറൽ എക്സാംസിനെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെയും യൂണിവേഴ്സിറ്റിനെയും കമ്പനി ബോർഡിനെയും ഒക്കെ അപേക്ഷിച്ച് അല്ലെങ്കിൽ LDCനെ അപേക്ഷിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ. അപ്പൊ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ഒരു കുറച്ചും കൂടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ബുദ്ധി അനുസരിച്ചിട്ട് ചെയ്യാം. സ്മാർട്ടായിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറെ ടെക്നിക്കുകളുണ്ട്. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ബാക്കി ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ സെലക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഏതിലാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ പറയുന്നതെന്നും ഏതിനകത്തൊക്കെയാണ് സ്ട്രെസ് കൊടുക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് വിട്ടേക്ക് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മൊത്തം പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മൊത്തം പഠിച്ചോ. താല്പര്യമില്ലാത്തതാണെങ്കിൽ വിടുക, സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന പോർഷൻസിൽ നിന്ന് സ്കോർ ചെയ്യാൻ നോക്കുക. അങ്ങനെ പഠിക്കുക. ഓക്കെ. ഇനിയിപ്പോ അടുത്തത് നമുക്ക് നാഷണൽ ഗവേണൻസ് പ്ലാൻ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് അടുത്ത ക്ലാസ്സിൽ കൊണ്ടൊക്കെ പഠിക്കാനുള്ള. പിന്നെ നമ്മുടെ MIS, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് തീർക്കാനുള്ള. മിക്കവാറും അടുത്ത ക്ലാസ് കൊണ്ട് പരിപാടി കംപ്ലീറ്റ് ആവും. ഈ ഒരു പോർഷൻ തീരും. ഓക്കെ. പിന്നെ അതിനകത്ത് ഏറ്റവും നിങ്ങൾക്ക് പൊളിറ്റിയും എക്കണോമിയുടെയും 15, 15, 30 മാർക്ക് ഉണ്ട്. അത് നിങ്ങൾ ഇപ്പൊ LDCക്ക് ഒക്കെ പഠിക്കുന്ന ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ അത് ഓവർലാപ്പ് ചെയ്ത് തന്നോളും. ബാക്കിയുള്ള ഈ പറഞ്ഞാൽ ലോക്കൽ അർബൻ ഡെവലപ്മെന്റും റൂറൽ ഡെവലപ്മെന്റ് അതിന്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ എന്റെ സമയം പോലെ എടുത്തു തരാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇത്രയും പോയിന്റുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഒരു ക്ലാസ് പോലും ഞാൻ എക്സ്പ്ലനേഷൻ ഇല്ലാതെ ഒരു ക്ലാസ് ഞാൻ എടുക്കാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് അറിയാം, ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുള്ളൂ. അപ്പൊ ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലാസ്. അപ്പൊ അത് ഈ രീതിയിലല്ലാതെ എടുക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഞാൻ ആദ്യം തന്നെ നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, അത് ക്ഷമിക്കുക. കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ഇത് പ്രിപ്പയർ ചെയ്ത് നോട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ആളില്ല എന്നുണ്ടെങ്കിൽ ഒരിത്തിരി വിഷമം ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞതാണ്. ക്ഷമിക്കുക. ഓക്കെ.